السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നൂറെ മദീന അതിൻ്റെ കുടുംബങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മുഹിബീങ്ങൾ, ഒരുപാട് സഹോദര സഹോദരിമാർ പഠിക്കുന്നുണ്ട്, പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ക്ലാസ് കേൾക്കുന്നവരുണ്ട്, മുടങ്ങാതെ ക്ലാസ് കേൾക്കുന്നവരുണ്ട്, സംശയങ്ങൾ കമന്റിലൂടെ അറിയിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമളാൻ ഗുണമായി സാക്ഷി കേൾക്കുന്ന കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാനെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അവസാനത്തെ പത്തിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. വസ്ത്രം വാങ്ങുന്ന തിരക്കിലും ഏത് ദിവസമാണ് പുതിയ വസ്ത്രം വാങ്ങേണ്ടത്, ധരിക്കേണ്ടത്, ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട്. വസ്ത്രം വാങ്ങൽ ഏത് ദിവസമാണ് നല്ലത്? ആ വസ്ത്രം ധരിക്കുമ്പോൾ എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്? ഏത് ദിക്റാണ് ചൊല്ലേണ്ടത്? ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ, അദ്ദുന്യാ സഅത്തുൻ, ദുനിയാവ് മുഴുവനും സമയമാണ്. ആ സമയത്തിനെ ഫജഅല ത്വാഅത്തൻ, അതിനെ ഇബാദത്തായിട്ട് മാറ്റിമറിക്കണം. നിയ്യത്ത് കൊണ്ടാണ് എല്ലാം പരിഗണിക്കുന്നത്, എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുന്നത് നിയ്യത്താണ്. നീ ഒരു വസ്ത്രമാണ് ധരിച്ചത്, പെരുന്നാളിന് വസ്ത്രം ധരിക്കൽ സുന്നത്താണല്ലോ, പുതിയ വസ്ത്രം ധരിക്കൽ. അങ്ങനെ ആ നല്ലൊരു നിയ്യത്തോട് ചെയ്താൽ നിനക്ക് ആ ഒരു നിയ്യത്തിന്റെ കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ഇബാദത്തായി അതിനെ രേഖപ്പെടുത്തും. അത് എപ്പോഴാണ് പുതിയ വസ്ത്രം വാങ്ങേണ്ടത്, എന്താണ് വാങ്ങേണ്ടത്, എങ്ങനെയാണ് ധരിക്കേണ്ടത്? ചില ദിവസങ്ങൾ ബർക്കത്ത് കൂടുതലുണ്ട്, ഐശ്വര്യമുണ്ടാവും. ചില ദിവസത്തിനേക്ക് ബർക്കത്ത് കുറവുണ്ടാവും. അപ്പൊ നഹ്സുള്ള ദിവസമുണ്ട്. ഉലമാക്കന്മാർ ഇതിനെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില ദിവസങ്ങൾ വസ്ത്രം വാങ്ങാൻ വേണ്ടി പാടില്ല, ചില ദിവസങ്ങൾ വസ്ത്രം വാങ്ങാൻ വേണ്ടി പറ്റിയ ദിവസമാണ്. കഴിഞ്ഞ റമളാനിൽ ഇതുപോലെ തന്നെ ഒരു ക്ലാസ് എടുത്തപ്പോൾ ഒരുപാട് കമന്റിലൂടെ ഒരുപാട് ആൾക്കാർ ചോദിക്കുകയുണ്ടായി, ഏത് കിതാബിലാണ് നിങ്ങൾ അത് പറഞ്ഞത്? കിതാബിലുള്ളതാണ്. ഓരോ ദിവസത്തിനെ കുറിച്ചിട്ട്, വസ്ത്രം വാങ്ങുന്നതിനെ കുറിച്ച് കിതാബിലുള്ളതാണ്. ഉലമാക്കന്മാർ വെറുതെ അല്ല അതിനെ പറഞ്ഞത്. അതൊന്നും ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഉലമാക്കന്മാർ, പണ്ഡിതന്മാർ അതിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പറ്റൂല എന്ന് പറഞ്ഞാൽ ഹറാമാണ് എന്നല്ല, ബർക്കത്ത് കുറവാണ്. 3 ദിവസം വാങ്ങാൻ വേണ്ടി പറ്റില്ല, വാങ്ങിയ വസ്ത്രം ധരിക്കാനും പറ്റൂല. അത് ഏത് ദിവസമാണ്? ഇനി പെരുന്നാൾ ദിവസം, ഈ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വന്നാൽ ധരിക്കുന്നതിന് വിരോധമില്ല. കാരണം ആ ദിവസം അതിന്റെ പുണ്യത്തെ മറികടക്കും. വെള്ളിയാഴ്ച ദിവസമാണ് നഹ്സിന്റെ ദിവസം എന്ന് വിചാരിച്ചു, എന്നാൽ ധരിക്കുന്നതിന് ഒരു വിരോധമില്ല. ആ ദിവസം നഹ്സിന്റെ ദിവസം വന്നാൽ ആ നഹ്സിനെ അത് മറികണിക്കും. ആ ദിവസത്തിന്റെ ബഹുമാനം കൊണ്ടാണ്. ശനിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങാൻ വേണ്ടി പറ്റില്ല. ശനി അത് മറവി, രോഗം, അസ്വസ്ഥത, ഐശ്വര്യമില്ലാണ്ടാവും. ഇങ്ങനെ ഉലമാക്കന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഒരുപാട് കാരണം. ശനിയാഴ്ച വാങ്ങാൻ വേണ്ടി പറ്റൂല, ബർക്കത്ത് കുറവാണ്. ഞായറാഴ്ച അത് മാറ്റിവെക്കേണ്ട ദിവസമാണ്. പിന്നൊന്ന് ചൊവ്വാഴ്ച ദിവസം. വസ്ത്രം വാങ്ങാൻ വേണ്ടി പറ്റിയ ദിവസം ഏതാണ്? വാങ്ങാൻ വേണ്ടി പറ്റിയ ദിവസം ഒന്ന് വ്യാഴാഴ്ച ദിവസം, ബുധനാഴ്ച ദിവസം, വെള്ളിയാഴ്ച ദിവസം. ഇത് വാങ്ങാൻ വേണ്ടി പറ്റുന്ന ദിവസമാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, തിങ്കളാഴ്ച ദിവസം വല്ലാത്ത ദിവസമാണെന്ന് വാങ്ങാൻ വേണ്ടി പറ്റുന്ന നല്ല ദിവസമാണ്. ഏതൊരു വസ്ത്രം വാങ്ങുമ്പോൾ
ഏത് വസ്ത്രമാണ് വാങ്ങേണ്ടത്? ഏത് വസ്ത്രം വേണം വാങ്ങിക്കോളാം. പക്ഷേ മുത്തുനബി തങ്ങൾ പറയുന്നു, ഔറത്ത് മറക്കുന്ന മാന്യമായ വസ്ത്രം ധരിക്കണം. ഔറത്ത് മറക്കുന്ന വസ്ത്രം, ഏത് വസ്ത്രം വാങ്ങാൻ വേണ്ടി പറ്റാത്ത വസ്ത്രം മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാരുടെ വസ്ത്രം സ്ത്രീകൾ ധരിക്കാം, സ്ത്രീകളുടെ വസ്ത്രം പുരുഷന്മാർ ധരിക്കുന്നതിനെ തൊട്ട് അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. ആണ് ചെറിയ കുട്ടികളല്ല പറയുന്നത്, മുതിർന്നവർ. സ്ത്രീയുടെ വസ്ത്രം സ്ത്രീ തന്നെയാണ് ധരിക്കേണ്ടത്. ആണിന്റെ വസ്ത്രം പുരുഷന്റെ വസ്ത്രം പുരുഷൻ തന്നെയാണ് ധരിക്കേണ്ടത്. പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കാൻ പാടില്ല, സ്ത്രീയുടെ ദർശനം പുരുഷൻ ധരിക്കാനും പാടില്ല. ഇത് കർശനമായി അല്ലാഹുവിന്റെ റസൂൽ വിലക്കിയിരിക്കുന്നു. എന്നാൽ വസ്ത്രം, പെരുന്നാളിന് പുതിയതായ വസ്ത്രം ധരിക്കുന്നുണ്ട്. എത്രയോ ആൾക്കാർ വസ്ത്രമില്ലാത്തവരുണ്ട്. ആ വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മി ചൊല്ലതിന് ശേഷം പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ആ വസ്ത്രം ധരിക്കുമ്പോൾ പുതിയ വസ്ത്രം ധരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുന്നുണ്ട്. ആ വസ്ത്രം ധരിക്കുന്ന അവസരത്തിൽ ഈ വരി ദിക്ർ പറയാം. അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഔലിൻ മിന്നി വലാ ഖുവാ. പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ ഈ ദിക്ർ പറയാം. അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീ മിൻ ഗൈരി ഔലിൻ മിന്നി വലാ ഖുവാ. എന്താ ഇതിന്റെ അർത്ഥം? എന്നെ ഇത് ധരിപ്പിച്ച പടച്ചവനെ, ഈ വസ്ത്രം ധരിപ്പിച്ച അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതി. അല്ലാഹുവിനോട് സന്തോഷം പറയലാണ്. നീ എനിക്ക് ഭാഗ്യം തന്നല്ലോ ഈ വസ്ത്രം ധരിക്കാൻ വേണ്ടി. അല്ലാഹു എന്നിട്ട് പറയുന്നു, അല്ലാഹു ഇതിന് കഴിവുള്ളവനാണ്, നീ മാത്രമാണ് കഴിവുള്ളവൻ, നീ മാത്രമാണ് ഇതിന് കഴിവ്, എനിക്ക് ഒരു കഴിവുമില്ല. പുതിയതായ വസ്ത്രം ധരിക്കുമ്പോൾ ഈ ദിക്ർ പറയാം. അല്ലാഹു ആണ് കഴിവ് തന്നത്, എനിക്ക് ഒരു കഴിവുമില്ല. അപ്പോൾ പുതിയതായ വസ്ത്രം ധരിക്കുമ്പോൾ ഈ ഒരു ദിക്ർ പറഞ്ഞാൽ അവന്റെ എല്ലാ സർവദോഷങ്ങളും, കഴിഞ്ഞുപോയ ദോഷങ്ങളും, വരാൻ വരുന്ന പാപങ്ങളും ദോഷങ്ങളും അല്ലാഹു പുറത്തു തരും. ബഹുമാനപ്പെട്ട അബൂദാവൂദ് ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കഴിഞ്ഞുപോയ ദോഷം പൊറുക്കാൻ ഇത് കാരണമാവും. ഒരു വസ്ത്രം ധരിക്കുമ്പോൾ ഈ ദിക്ർ ചൊല്ലിയാൽ ഇനി വരാനിരിക്കുന്ന ദോഷം ഇത് ചൊല്ലി വസ്ത്രം ധരിച്ചാൽ എന്തും ചെയ്യാം, കുറ്റം ചെയ്യാം എന്നല്ല പറയുന്നത്. അവൻ അതാ തെറ്റുകൾ ചെയ്യുമ്പോൾ തെറ്റുകൾ ചെയ്യാൻ വേണ്ടി പറ്റാത്തതായ നിലക്ക് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖൽബിനെ മാറ്റും. അവനിക്ക് തെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഈ ഒരു ദിക്ർ ചൊല്ലിക്കോ, വല്ലാത്തൊരു ദിക്റാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുതിയതായ വസ്ത്രം ധരിക്കുമ്പോൾ ഈ ഒരു ദിക്ർ ചൊല്ലി വസ്ത്രം ധരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആൾക്കാർ സംശയങ്ങൾ പറഞ്ഞവരുണ്ട്. എല്ലാ സംശയത്തിനും ഈ ക്ലാസ്സിൽ ഞാൻ മറുപടി പറയുന്നില്ല. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് മറുപടി പറയാം. സംശയമുണ്ടെങ്കിൽ കമന്റിലൂടെ രേഖപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടുന്ന അല്ലാഹുമ്മ ബല്ലഗ്നാ ലൈലത്തുൽ ഖദർ യാ അർഹമർ റഹീമീൻ. ലൈലത്തുൽ ഖദർ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ എന്ന് ദുആ ചെയ്യാം. ലൈലത്തുൽ ഖദർ കിട്ടുന്ന അതിനിക്ക് എന്താണ് ചെയ്യേണ്ട കർമ്മങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.